ഹായ് കുഞ്ഞുങ്ങളെ, നീറ്റ് 2025 എക്സാമൊക്കെ കഴിഞ്ഞു. പ്രയാസമായിരുന്നു അല്ലേ? എക്സാം കഴിഞ്ഞപ്പോൾ 2025 എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇനി എന്താണ് 26 വരാനിരിക്കുന്നത്, ഇതുപോലെ തന്നെയാണോ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ പേടിക്കണ്ട, നമ്മൾ 2025 നമ്മൾ 24-23 അതായത് കൊറോണ ടൈമിലെ എക്സാംസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, 25 എക്സാം വന്നപ്പോൾ തന്നെ നമുക്ക് പ്രകടമായിരുന്നു. NTA അനൗൺസ് ചെയ്തായിരുന്നു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതായത് 45 ക്വസ്റ്റ്യൻസേ കാണുകയുള്ളൂ ഇനിയുള്ള എക്സാമിന്. അപ്പോൾ കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു പാറ്റേണിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ NTA തന്നിരുന്നു. അതേപോലെ തന്നെ 2024 എക്സാം നടത്തുമ്പോൾ കുറേ സ്കാമും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിലല്ലെങ്കിൽ കൂടി പലയിടത്തും എക്സാം നടത്തേണ്ടി വന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്തായിരുന്നു. അപ്പോൾ 2025 നമുക്കറിയാമായിരുന്നു കുറച്ച് ടഫായിരിക്കും പേപ്പർ എങ്കിലും ഇത്രയുമായി പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? അപ്പോൾ 2025 പേപ്പർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു ക്വസ്റ്റ്യൻ, ഇത്രയും നാൾ നീറ്റ് എക്സാം നടത്തിയതിൽ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ 2025 ആയിരുന്നു. പിന്നെ നമുക്കെന്ത് പറ്റി? നമുക്കെന്താണ് ഇതൊരു പ്രയാസമായിട്ട് തോന്നിയത്? കാരണം നമ്മൾ ഇത് വേണ്ട വിധത്തിൽ പ്രാക്ടീസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നീറ്റിൻ്റെ ലെവലിലും അതേപോലെ ജെയുടെ മെയിൻസിൻ്റെ ലെവലിലും ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു, ലെവലിലെ ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷേ ജെയുടെ അഡ്വാൻസിൻ്റെ ലെവലിലോട്ട് നമ്മൾ ഒരിക്കൽ പോലും നീറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ചു കൂടിയില്ല അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ 2026 നീറ്റ് എക്സാമിൽ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി. അതായത് നീറ്റിൻ്റെ എക്സാം അഡ്വാൻസ് ലെവലുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ 26 അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവേണ്ടത്. അപ്പോൾ ഈ 2025 എക്സാം കഴിഞ്ഞിട്ട് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയി. ഈ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടായോ, ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇനി ഇതേപോലെ തന്നെ പേപ്പർ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കിട്ടുന്ന കോഴ്സിന് MBBS വേണ്ട, കിട്ടുന്നതിന് പോവാം എന്നുള്ള ചിന്തകളൊക്കെ കാണും. ചിലപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട്, അതായത് 12th കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ റിപ്പീറ്റ് ചെയ്താൽ ഇത്രയും പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ആണോ ഫേസ് ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കാട്ടി പ്രയാസമായിരിക്കുമോ, അതോ ഈസി ആയിട്ട് വരുമോ എന്നൊക്കെയുള്ള കുറേ തരത്തിലുള്ള പ്രശ്നങ്ങൾ, കുറേ തരത്തിലുള്ള ചിന്തകൾ അല്ലേ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒട്ടും അതിനെപ്പറ്റി പേടിക്കണ്ട. നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉള്ള ഒരു സ്ട്രാറ്റജി 2026 നീറ്റിൻ്റെ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ നമ്മളൊരു പ്ലാനോട് കൂടി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും 2025 എക്സാമിൻ്റെ അത്ര ടഫായാലും അതിൽ കൂടുതൽ ടഫായാലും ഇനിയും വളരെ സിമ്പിളായിട്ടുള്ള പേപ്പർ ആണെങ്കിലും നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം കൊടുക്കാൻ പറ്റും, നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് കൂടിയാണോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ആ ഒരു സിസ്റ്റത്തിനെ 100% വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം, അവിടുത്തെ ടീച്ചേഴ്സ് ഞങ്ങളെ 100% സപ്പോർട്ട് ചെയ്യും. അവരുടെ സപ്പോർട്ടോടു കൂടി ഉന്നതമായിട്ട് നല്ല വിജയത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം സ്വയവും ഉണ്ടായിരിക്കണം. ഏത് സിസ്റ്റത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ സിസ്റ്റത്തിലും ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ 100% സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം. 100% തയ്യാറായിരിക്കണം, റെഡി ആയിരിക്കണം. നമ്മൾ എന്താണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്? നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന് വെക്കുക. അതായത് അതിൻ്റെ അകത്ത് അപ്ഡേറ്റ്സ് ഇടാതിരിക്കുക, നമ്മൾ നോക്കാതിരിക്കുക, ഫേസ്ബുക്ക് നോക്കാതിരിക്കുക, വാട്സപ്പ് നോക്കാതിരിക്കുക. ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കംപ്ലീറ്റ് നമ്മൾ മാറി നിൽക്കുക. ഈ വർഷം 2026 എക്സാം കിട്ടും. അതായത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക. 100% ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, നമ്മൾ 100% സിൻസിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ 2026 എക്സാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് നമ്മളിതെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നത്? നല്ലൊരു എക്സാമിന് വേണ്ടി, നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ്, നല്ലൊരു MBBS അഡ്മിഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നീറ്റിൻ്റെ 2025 പേപ്പർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 26 പേപ്പർ ഹാർഡാകുവാണ് എങ്കിലും ആ ഹാർഡ് പേപ്പർ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി പോയെങ്കിൽ മാത്രമാണ്. അപ്പോൾ ആ പ്ലാൻ എങ്ങനെയായിരിക്കണം നമ്മളുടെ?
കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ലെവല് നെഗറ്റീവ് ലെവലാണ്, അതായത് എനിക്ക് ചില ചാപ്റ്റേഴ്സ് ഒന്നും നന്നായിട്ട് അറിയില്ല. ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫിസിക്സിൻ്റെ ചില പർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് ഒന്നും ഒട്ടും അറിയില്ല, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല. ചിലപ്പോൾ ഈ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കും ചില പർട്ടിക്കുലർ ഡെറിവേഷൻ അതേപോലെ തന്നെ ഡെഫിനിഷൻസും ഒക്കെ പഠിച്ചുകൊണ്ടായിരിക്കും പോയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ലെവൽ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ, 0 ലെവലിൽ നിന്ന് ഞാൻ പറയുന്നില്ല, നെഗറ്റീവ് ലെവലിലാണെങ്കിൽ തന്നെ ആ നെഗറ്റീവ് ലെവലിൽ നിന്ന് നമ്മൾ എത്തേണ്ടത് അഡ്വാൻസ് ലെവലിലേക്കാണ്. അപ്പോൾ നെഗറ്റീവ് ലെവൽ ടു നമ്മൾ 0 ലെവലിലെത്തുക, 0 ലെവൽ ടു നമ്മൾ നീറ്റിൻ്റെ ലെവൽ, 0 ലെവൽ കഴിഞ്ഞിട്ട് നമ്മൾ ലെവൽ 1 ലെവൽ 2 നീറ്റിൻ്റെ ലെവലിലെത്തുക, നീറ്റിൻ്റെ ലെവലിൽ നിന്ന് ജെയുടെ മെയിൻസിൻ്റെ ലെവലിൽ എത്തുക. നോക്കിക്കേ, ഞാൻ നീറ്റിൻ്റെ ലെവലിൽ നിന്ന് ഇവിടെ എഴുതിയെങ്കിൽ കൂടി ജെയുടെ മെയിൻസിൻ്റെ 6 or 7 വർഷത്തെ പേപ്പർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നീറ്റിൻ്റെ ഈ വർഷത്തെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ അതിലും ടഫായിരുന്നു. അതായത് ജെയുടെ മെയിൻസിൻ്റെ ലെവലിനെക്കാട്ടിൽ മുകളിലായിരുന്നു ഈ വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ജെയുടെ മെയിൻസിൻ്റെ ലെവലിൽ നിന്ന് നമ്മൾ അഡ്വാൻസിൻ്റെ ലെവലിൽ വരെ എത്തുക. അപ്പോൾ ഇത്രയും ഒരു കടമ്പയാണല്ലേ, നെഗറ്റീവ് ലെവലിൽ നിന്ന് തുടങ്ങി ജെയുടെ അഡ്വാൻസ് ലെവലിൽ വരെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു നല്ലൊരു യാത്രയുണ്ട്. നമ്മളുടെ ലെവലിനെ, അതായത് കോൺസെപ്റ്റ് നമ്മുടെ വീക്കാണെങ്കിൽ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ റിപ്പീറ്റേഴ്സൊക്കെ ആണെങ്കിൽ, റിപ്പീറ്റേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ചില ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കാം ഫിസിക്സിൻ്റെ, ചില ചാപ്റ്റേഴ്സ് സ്ട്രോങ് ആയിരിക്കും, ചിലത് വീക്കായിരിക്കും. അപ്പോൾ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഓരോ നോട്ട്സ് എടുത്ത് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ നെഗറ്റീവിൽ നിന്ന് 0 ലെവലിലോട്ട് വന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജെയുടെ മെയിൻസിൻ്റെ ലെവൽ ടു അഡ്വാൻസ് ലെവൽ വരെ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്സിൻ്റെ എക്സാം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു അടുത്ത വർഷത്തെ ഫിസിക്സിൻ്റെ എക്സാം ഇതേപോലെ ഹാർഡാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ വന്നാലും തീർച്ചയായിട്ടും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ടുള്ള പേപ്പർ വളരെ എളുപ്പമായിരിക്കും, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. മക്കളെ, നമ്മൾ ഈ വർഷം നല്ല പ്രോപ്പറായിട്ടൊരു പ്ലാനോട് കൂടി വേണം മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് ഫിസിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ സിലബസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് NCERT നമ്മൾ പഠിക്കുന്നത്, നമുക്ക് നോർമലി നിങ്ങളെല്ലാവരും ബയോളജിയുടെ NCERT എല്ലാ കുട്ടികളും വായിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും NCERT ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ആയിട്ട് വായിച്ചിരിക്കണം. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും NCERT ടെക്സ്റ്റ് ബുക്ക് കൂടും അതിൻ്റെ കൂടെ തന്നെ വായിച്ചു പോകണം. NCERT നിങ്ങൾ നോർമലി റെഫറൻസിന്, അതായത് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ NCERT നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ കൂടെ കാണണം. 24/7 NCERT നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അത് ബയോളജി മാത്രമല്ല, ബയോളജി എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടായിരിക്കണം. ഫിസിക്സും ഇതേപോലെ തന്നെ വായിക്കണം. ആദ്യമൊക്കെ NCERT വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കാരണം ശീലമില്ലല്ലോ അതുകൊണ്ട്. പക്ഷേ കുഴപ്പമില്ല, പെതുക്കെ അത് യൂസ്ഡ് ആയിക്കോളും. സോ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഏകദേശം ജാനുവരി, എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ജാനുവരി ആകുമ്പോഴത്തേക്കും നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിരിക്കണം. എല്ലാ ടോപ്പിക്സും അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ സിലബസിനോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഫോളോ ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ ഏത് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാലും അവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽ കാണും, പ്ലസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ആ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് കൂടാതെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേറെയും പ്രാക്ടീസ് ചെയ്തിരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നോർമലി നമ്മളുടെ ലെവൽ 1 ലെവൽ 2 ക്വസ്റ്റ്യൻസ് നോർമലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളുടെ ലെവല് കോൺസെപ്ച്വൽ ലെവൽ മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ലെവൽ 1 കമ്പൽസറി ആയിട്ടും നമ്മൾ ലെവൽ 1 മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ലെവൽ 1 ലെവൽ 2 ലെവൽ 3 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എക്സ്ട്രാ ഈ വർഷം ചെയ്യേണ്ടത് JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യനും കൂടി ഇതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്. തേർഡായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടെസ്റ്റ്. നമ്മൾ നോർമലി ടെസ്റ്റുകൾ നടത്താറുണ്ടല്ലോ, അപ്പോൾ ആ ടെസ്റ്റിന് പ്രോപ്പറായിട്ട്, എക്സാം വെറുതെ കൊടുക്കുക എന്നുള്ളതല്ല, അതിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. എന്താണ് എൻ്റെ പ്രശ്നം? ഓരോ എക്സാം എഴുതുമ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സമയമെടുക്കുന്നു. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസിൻ്റെ കുറവാണ് അവിടെ സംഭവിക്കുന്നത്, അത് മനസ്സിലാക്കുക. പിന്നെ ടൈം ശരിയാവുന്നില്ല. എന്തുകൊണ്ടാണ് ടൈം ശരിയാവാത്തത്? അതിന് എന്തൊക്കെ ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്നു, അപ്പോൾ പ്രാക്ടീസിൻ്റെ കൂടുതൽ റിക്വയർമെൻ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ടെസ്റ്റ് എഴുതുമ്പോഴും ആ ടെസ്റ്റിനെ കറക്റ്റായിട്ട് കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം
വേണം, നമ്മളുടെ ടെസ്റ്റിൽ നിന്ന് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പരിഹരിക്കാൻ. നമ്മളെ സ്പീഡിൻ്റെ പ്രോബ്ലം ആണെങ്കിലും അതേപോലെ തന്നെ പ്രാക്ടീസിൻ്റെ പ്രോബ്ലം ആണെങ്കിലും. ഇനി ചില സമയത്ത് ചിലർക്ക് വെപ്രാളം, ഇങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കര ടെൻസ്ഡ് ആവുന്നു, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നതേ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളെല്ലാം മാറുന്നത് നമ്മൾ ടെസ്റ്റും അതേപോലെ തന്നെ എക്സാമിൻ്റെ അനലൈസിലും കൂടിയാണ്. പ്രോപ്പറായിട്ടുള്ള റിവിഷൻ പ്ലാൻ ചെയ്യുക. ഈ റിവിഷൻ എന്ന് പറയുന്ന ഈ 4ാമത്തെ കാര്യം ഫെബ്രുവരിയോടുകൂടി തന്നെ. അപ്പോൾ നമ്മൾ നോർമലി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും പാർട്ട് ടെസ്റ്റുകളും അതേപോലെ തന്നെ മാർച്ച് പകുതിയോടുകൂടി ഫുൾ മോഡൽ ടെസ്റ്റുകളും നടത്തും. അപ്പോൾ ഓരോ ടെസ്റ്റുകളും ഈ വർഷത്തെ 2025 നീറ്റിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ അതായത് 25 to 30 ക്വസ്റ്റ്യൻ നോർമൽ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 30 to 40 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 35, 36 ഒരു 5-6 ക്വസ്റ്റ്യനുകൾ അത്യാവശ്യം ലെങ്തിയും അതേപോലെ തന്നെ അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ റിവിഷൻ്റെ ടൈമിൽ പ്രാക്ടീസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ടൈം മാനേജ്മെൻറ്റും അതേപോലെ തന്നെ നെഗറ്റീവിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കൂട്ടി നല്ല ഒരു എക്സാമിന് 2026 പ്രിപ്പയർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഈ സ്ട്രാറ്റജി മുഴുവനായിട്ടും നമ്മൾ ഇനിയുള്ള വർഷം ഈ 2025 to 26 ടിൽ നീറ്റ് എക്സാം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു പ്രോപ്പർ പ്ലാനോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു എക്സാം എഴുതാൻ പറ്റും 2026. പല എക്സാമുകൾക്കും, പല നീറ്റ് എക്സാമും നമ്മൾ ട്രിക്സും ടിപ്സും ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്ന ട്രിക്സ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് നോക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്. പിന്നെ അപ്രോക്സിമേഷനും ആക്യുറേറ്റ് ആണോ, അപ്രോക്സിമേഷൻ മെത്തേഡ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുമായിരുന്നു അല്ലേ. അങ്ങനെയുള്ള ട്രിക്സും ടിപ്സും ഒക്കെ ഒരു പരിധി വരെ നമ്മളെ ഈ കോമ്പറ്റേറ്റീവ് എക്സാം അതേപോലെ നീറ്റ് പോലെയുള്ള എക്സാമിന് നമ്മൾ സഹായിച്ചിരുന്നു. പക്ഷേ ഇനി നമ്മൾ ആ ട്രിക്സിനെയും ടിപ്സിനെയും മാത്രം നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ കോൺസെപ്ച്വൽ നോളേജ് വളരെ നന്നായിരിക്കണം, ഡീപ്പായിട്ടുള്ള നോളേജ്. അതേപോലെ തന്നെ മാത്തമാറ്റിക്കലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അറിയാലോ, മാത്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് നീറ്റിൻ്റെ എക്സാം, മാത്തമാറ്റിക്കൽ, അതായത് നീറ്റിൻ്റെ ഫിസിക്സിൻ്റെ എക്സാം പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ പേപ്പറാണ് ഫിസിക്സിൽ മാത്സ് വേണം, അത് 100% വേണ്ടതാണ്. അപ്പം മാത്സ് നമ്മുടെ സ്ട്രോങ് ആക്കണം. അപ്പം ബേസിക് മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ 1-2 മാസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് മെയ്, ജൂൺ ഈ മാസങ്ങളിൽ നിങ്ങൾ മാത്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മാത്സിൻ്റെ ആ ഒരു ബേസും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ നന്നാക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് സ്പീഡും കൂടും, അതേപോലെ തന്നെ തെറ്റുകളും മാത്തമാറ്റിക്കലായിട്ടുള്ള മിസ്റ്റേക്സ് കുറവായിട്ടും വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം 2026 എക്സാമിനെ അഭിമുഖീകരിക്കാൻ. അപ്പോൾ 2026 എന്ന് പറയുന്നത് അടുത്ത വർഷമാണ്. അപ്പോൾ ഇനി ഒരു വർഷമുണ്ട്, ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക. ഒരു എക്സാമിന് വേണ്ടിയിട്ട്, നല്ലൊരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്നതിലുപരി നമുക്ക് നന്നായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ 2025 എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. അതേപോലെ 2026 നീറ്റ് എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന റിപ്പീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനും അതേപോലെ 2026 ബോർഡ് എക്സാമിൻ്റെ ഒപ്പം തന്നെ നീറ്റ് എക്സാം എഴുതുന്നതുമായിട്ടുള്ള കുട്ടികളൊക്കെ വളരെ ശ്രദ്ധാപൂർവം വളരെ നല്ലൊരു പ്ലാനോടുകൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നല്ലൊരു വിജയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കുക. നല്ലൊരു ടീം ആൽഫയുടെ നിങ്ങളോടൊപ്പമുണ്ട്. എന്ത് സംശയത്തിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി, കാണാം. ബൈ ബൈ.